വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളെല്ലാം കേൾക്കുന്ന വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന്. നമ്മുടെ ചുറ്റിനും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നിങ്ങളുടെ ഫോണിലുള്ള പല ആപ്ലിക്കേഷൻസ്, നിങ്ങളുടെ ഫോണിലെ ഫേസ് അൺലോക്ക്, നിങ്ങളുടെ ചുറ്റുമുള്ള TV, കാർ, AC, നിങ്ങളുടെ വീട്ടിലെ ആമസോൺ അലക്സ, ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിലും ഒക്കെ AI ഉപയോഗിക്കുന്നുണ്ട്. മിലിറ്ററി, റിസർച്ച്, എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ മേഖലകളിലും, ഫാമിങ്ങിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? സാധാരണ പ്രോഗ്രാമിങ്ങും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി നമ്മളൊരു കോഡ് കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടറിന്. അതായത് എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറമായി അവിടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതൊരിക്കലും ആ പ്രോഗ്രാമിന് ഡിക്റ്റേറ്റ് ചെയ്യാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത് സാധിക്കും. തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അതിലുണ്ടാകുന്ന മാറ്റം അത് ഡിറ്റക്ട് ചെയ്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായി ആക്ഷൻ നടത്താനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കും. അതുതന്നെയാണ് AI വ്യത്യസ്തമാക്കുന്നതും ഫ്യൂച്ചർ പ്രൂഫ് ആക്കുന്നതും. ഡേറ്റ സയൻസ് എന്ന വാക്ക് AIയോട് ചേർത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും എന്താണ് ഡേറ്റ സയൻസ്? അതും AIയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡേറ്റ സയൻസ് നമുക്ക് ചുറ്റിനുമുള്ള പല കാര്യങ്ങളെയും കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡേറ്റകളാക്കി മാറ്റുന്നു. വെളിച്ചം, ശബ്ദം, താപനില, മറ്റെന്തൊരു കണക്കുമായിക്കോട്ടെ, അതിനെയൊക്കെ ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി തയ്യാറാക്കി മാറ്റുന്നു. അതായത് നമുക്ക് മനുഷ്യന്മാർക്ക് ഇതൊക്കെ കാണാനും തിരിച്ചറിയാൻ സാധിക്കും, പക്ഷെ മെഷീൻ അത് സാധിക്കില്ല. അവയ്ക്ക് സെൻസേഴ്സ് ഉപയോഗിച്ച് അതിൽ നിന്നും കിട്ടുന്ന ഡേറ്റകളാണ് ഇൻപുട്ട്. ഈ ഡേറ്റകൾ ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിനെ സ്വയമേ മനസ്സിലാക്കിയെടുക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കില്ല. ഡേറ്റ സയന്റിസ്റ്റ് ചെയ്യുന്നത് ഈ ഡേറ്റകൾ എങ്ങനെ മെഷീനിന് മനസ്സിലാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കാണുന്ന ഒരു ഫോട്ടോയിലുള്ള ഒരു ഡോഗ്, അത് ഏത് ബ്രീഡാണ്, അതിന്റെ കളർ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കണ്ണും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടാണ്. ഇതേപോലെ കമ്പ്യൂട്ടർ ഇതിനെ മനസ്സിലാക്കുന്നത് ആ ഇമേജസിലുള്ള പിക്സൽസ് കൊണ്ടാണ്. പിക്സൽസിനെ മെട്രിക്സ് ആക്കി മാറ്റുകയും അതിനെ വീണ്ടും മെഷീനിന് തന്നെ തിരിച്ചു കൊടുക്കുകയും അതിനെ പ്രോസസ് ചെയ്ത് അതിനുള്ളിൽ എന്താണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചെയ്യുന്നത്. അതായത് ഡേറ്റ സയന്റിസ്റ്റ് ഒരു ഡേറ്റയെ മെഷീന് മനസ്സിലാക്കുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പർ അതിനെ ട്രെയിൻ ചെയ്ത് മെഷീനിന് മനസ്സിലാക്കി കൊടുക്കുന്നു. AI എന്ന് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആവുന്നതിനോടൊപ്പം കുറച്ച് പേടിയും നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടാവും. പണ്ട് തൊട്ടേ ഒരുപാട് സിനിമകളിലും നോവലുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് ഇവ ചേർന്നുണ്ടാവുന്ന ഒരു ദുരന്തം. ആദ്യമൊക്കെ ഇവർ മനുഷ്യർക്ക് വളരെ ഉപകാരപ്രദമാവുമെങ്കിലും പിന്നീട് മനുഷ്യനെ തന്നെ ഓവർറൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയായി ഇവർ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുള്ളത്. ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ മാറുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യന് മേലെ ഒരു ടെക്നോളജി മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുമോ? AI ശരിക്കും നല്ലതാണോ? ഭാവിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ AIക്ക് സാധിക്കും. അതായത് ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് AI എന്ത്, റിയൽ എന്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. നമ്മളൊക്കെ AIക്ക് മുൻപേ ജീവിച്ചവരും AI വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരും ശേഷം AIയോടൊപ്പം ജീവിക്കാൻ പോകുന്നവരുമാണ്. നമുക്ക് റിയൽ ഏത്, ഫേക്ക് ഏതെന്ന് ഇപ്പോൾ ഈ അവസ്ഥയിൽ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് വരുന്ന കാലത്തിൽ റിയാലിറ്റിയേക്കാൾ ബെറ്ററായി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ AIക്ക് സാധിക്കും. അത് ശരിക്കും AIയുടെ ഒരു ദൂഷ്യവശമാണ്. AIക്കാണോ പ്രശ്നം, അതോ അത് ഉപയോഗിക്കുന്നവരുടെയാണോ പ്രശ്നം? ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേരുടെ രോഗങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ഭേദമാക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന ദുരന്തങ്ങൾ, അതായത് ക്യാൻസർ, മറ്റു രോഗങ്ങൾ പോലെയുള്ളത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനെ ക്യൂർ ചെയ്യാനും ലോകത്ത് പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ AI ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ AI ആണോ പ്രശ്നം? അല്ല, അത് ഉപയോഗിക്കുന്ന രീതിയാണ് പ്രശ്നം. ആരുപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. AI ഒരു ടൂളാണ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ ഈ വരുന്ന കാലത്ത് AIയോടൊപ്പം സർവൈവ് ചെയ്യാം? അതിന് ഏറ്റവും നല്ല വഴി AI എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ ഒരു പാറ്റേൺ എന്താണ്, എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഉപയോഗിക്കാം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്. പണ്ട് കാളയും കലപ്പയും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ട്രാക്ടറിന്റെ വരവോടെ അതൊക്കെ പോയി. അപ്പോൾ അന്ന് കാളയും കലപ്പയും ഉണ്ടായിരുന്ന ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടാവും, എന്റെ ജോലി പോയി, അല്ലെങ്കിൽ എന്റെ രീതികൾ എല്ലാം മാറി മറിഞ്ഞു, എനിക്കിനി ഇതിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് പേർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും. പണ്ട് കണക്കപ്പിള്ളമാരായിരുന്ന പേപ്പറിൽ കണക്കെഴുതി കൂട്ടി അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ജോലി പോകാൻ കമ്പ്യൂട്ടർ ഒരു കാരണമായി. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് പലപ്പോഴായിട്ട് നടന്നു. അതൊക്കെ ഓരോരുത്തരുടെയും ജോലി കളയുന്നതോ അതുവരെ ഉണ്ടായിരുന്ന എൻറ്റയർ സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കുന്നതോ പുതിയൊരു രീതി, പുതിയൊരു കൾച്ചർ വളർന്നു വരുന്നതിന് കാരണമാവുകയോ ചെയ്തിട്ടുണ്ട്. അന്ന് അതിന്റെ പേരിൽ സമരം ചെയ്യുകയും കംപ്ലൈന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവർ ഇന്ന് അതുപയോഗിച്ച് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ശരിക്കും AIയും ഇതേ അവസരങ്ങൾ തന്നെയാണ് നമുക്ക് തുറന്നിടുന്നത്. ഒന്നുകിൽ എന്റെ ജോലി പോയേ എന്ന് ഓർത്ത് വിലപിച്ചിരിക്കാം, അല്ലെങ്കിൽ AI ഉപയോഗിച്ച് എങ്ങനെ അതിൽ ബെറ്റർ ആകാം എന്ന് കണ്ടുപിടിക്കാം. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവിനെ തടയാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. കാരണം അതൊരിക്കലും തടയാനാവില്ല. നമ്മളിപ്പോൾ തന്നെ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇനി ഒരിക്കലും തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം
എയോടൊപ്പം എയെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനെ ഉപയോഗിക്കാൻ പഠിക്കുക. എങ്ങനെയാണ് എ ഉപയോഗിക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് എ കൊണ്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെയാണ് എ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ ബെറ്റർ ആക്കാൻ സാധിക്കുന്നത്? ഈ ആപ്ലിക്കേഷനുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഭംഗിയായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആർട്ട് എന്താണെന്ന് അറിയാം. അതേപോലെ നിങ്ങളൊരു പ്രോഗ്രാമർ ആണോ? ആണെങ്കിൽ എ കൊണ്ട് നിങ്ങളുടെ ജോലി പോയെന്ന് ഓർത്ത് വിഷമിക്കുന്നതിന് പകരം എ ഉപയോഗിച്ച് എങ്ങനെ ബെറ്റർ ആയി പ്രോഗ്രാം ചെയ്യാം എന്ന് ചിന്തിക്കുക. അതേപോലെ നിങ്ങളുടെ ബിസിനസ് ഡള്ളാണോ? എ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ബെറ്റർ ആക്കാം? എ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഡോക്ടറിന് കൂടുതൽ വ്യക്തമായി രോഗികളെ പരിശോധിക്കാം? എങ്ങനെ കൃത്യമായി പേഴ്സണലൈസ് ആയിട്ടുള്ള രോഗനിർണയം നടത്തുകയും അതിനുള്ള തുടർ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് എ നമുക്ക് തരുന്ന സാധ്യതകൾ. അപ്പോൾ തന്നെ എ ഫ്യൂച്ചറിൽ അല്ല, ഇന്ന് തന്നെ വളരെയധികം ചാൻസുകളുള്ള ഒരു ഫീൽഡാണെന്ന് മനസ്സിലാക്കാം. സമൂഹത്തിൽ ഇന്ന് എല്ലാ മേഖലകളിലും എ ആവശ്യമാണ്. മിലിറ്ററി, സെർച്ച് ആൻഡ് റെസ്ക്യൂ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അങ്ങനെ എല്ലാ മേഖലകളിലും. ഈവൻ ഫാർമിംഗിൽ പോലും എ ഇന്ന് വളരെയധികം റോൾസ് വഹിക്കുന്നു. ഈ മേഖലകളിലെല്ലാം തന്നെ ഒരുപാട് കമ്പനികളും ഒരുപാട് ഫേംസും പ്രവർത്തിക്കുന്നു. അവർക്കൊക്കെയും എ ഡെവലപ്പേഴ്സിനെയോ എ ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നറിയാവുന്നവരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ തുറന്നിടുന്നത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ അവസരങ്ങളാണ്. ഇതുവരെ മറ്റൊരു ഫീൽഡിനും ഒരു എഡ്യൂക്കേഷൻ മേഖലയ്ക്കും നിങ്ങൾക്ക് തരാൻ സാധിക്കാത്ത അത്രയും അവസരങ്ങൾ എ നിങ്ങൾക്ക് തരുന്നു. ട്രാക്ടർ വന്നതിനെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന കർഷകൻ ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചു. കമ്പ്യൂട്ടർ വന്നത് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന കണക്കപ്പിള്ള കമ്പ്യൂട്ടർ പഠിച്ചു. ശേഷം അവർക്ക് അവരുടെ ജോലിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. ഒരു ദിവസം ചെയ്ത വർക്ക് തന്നെ വീണ്ടും ചെയ്യുന്നതിൽ അവർ മടുപ്പ് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അവരെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാക്ടർ അവരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ സഹായിക്കുന്നുണ്ട്. ഇതേപോലെ എ വരുന്നതോർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ എ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാം എന്ന് നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഇത് പഠിക്കുകയാണെങ്കിൽ ശരിക്കും എ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ പ്രൊഫൈലിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പർ എന്നൊരു വാക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. നിങ്ങളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ വളരെ വലുതായിരിക്കും. പക്ഷേ എയും ഡാറ്റ സയൻസും എങ്ങനെ പഠിക്കാം? ശരിക്കും ഇതൊക്കെ എന്താണ്? കമ്പ്യൂട്ടറിനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണോ? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന ഡേറ്റകൾ പല ഫോംസിലുണ്ട്, പല തരത്തിലുണ്ട്. അവയൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മളുടെ ബ്രെയിൻ എങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കി എടുക്കുന്നു. പക്ഷേ കമ്പ്യൂട്ടറിനെ അത് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി കണക്ക് ഉപയോഗിക്കണം, മാത്തമാറ്റിക്സ്. അതെ, നമ്മളൊക്കെ പ്ലസ് ടുവിനും കോളേജിലും ഒക്കെ പഠിച്ച സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന കണക്കുകൾ, അല്ലെങ്കിൽ പഠിക്കാതെ ഉഴപ്പിക്കളഞ്ഞ കണക്കുകൾ, അതൊക്കെ എഐക്ക് വേണം. എ പോലെ എല്ലാ ടെക്നോളജീസിനും കണക്കുകൾ അത്യാവശ്യമാണ്. പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഡാറ്റ സയൻസും കണക്കും പഠിക്കാൻ സാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു മാത്തമാറ്റിക്സ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഇവയോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും എ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡായി മാറും. കാരണം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെയും നമ്മളോട് തിരിച്ച് റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങും, നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും, നമ്മളെ ഇമേജസ് കാണിക്കാൻ തുടങ്ങും. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി അത് അപ്പോൾ തന്നെ നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരും. ഇതുപോലെ എ കൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനൊക്കെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അതെങ്ങനെ കൃത്യമാക്കി നമുക്ക് വേണ്ടുന്ന രീതിയിൽ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് എ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും കമ്പ്യൂട്ടേഴ്സിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഭാഷയിൽ ചിന്തിക്കണം. അതായത് 0 and 1. നമുക്കതിന് സാധിക്കില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. അവ ഉണ്ടാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകളുണ്ട്. പിന്നെ അത് മെഷീൻ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യുകയും അത് അതിന്റെ രീതിയിൽ പ്രവർത്തിക്കുകയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ച് അതേ ലാംഗ്വേജിനെ നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജായി കൺവേർട്ട് ചെയ്ത് തരികയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രോഗ്രാമിംഗും ഡാറ്റ സയൻസും ചെയ്യുന്ന പ്രധാന റോളുകൾ. ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് കോഴ്സ്. 6 മാസം കൊണ്ട് ഡാറ്റ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നിങ്ങൾക്ക് പഠിക്കാം. വളരെ ബേസിക്കലി പ്രോഗ്രാമിംഗിൽ നിന്നും, അതായത് പൈത്തൺ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്നുള്ളതിൽ നിന്ന് തുടങ്ങി ഡേറ്റകളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ മനസ്സിലാക്കുന്ന രീതിയിലോട്ട് മാറ്റാം എന്ന ഡാറ്റ സയൻസും, ശേഷം അതെങ്ങനെ ട്രെയിൻ ചെയ്യാം, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കാം, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഈ ഡേറ്റകളെ മെഷീന് മനസ്സിലാക്കി കൊടുത്ത് തിരിച്ച് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഔട്ട്പുട്ട് എടുക്കാം എന്നുള്ള കംപ്ലീറ്റ് കോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് കോഴ്സ്. UAE, UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ സിലബസുകളിൽ നിന്നും 6 മാസത്തേക്കുള്ള ഒരു പെർഫെക്റ്റ് സിലബസ് ആക്കി ചുരുക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മുടെ സിലബസ്. അതുകൊണ്ട് തന്നെ പ്രൊജക്ട്സ്, പ്രാക്ടിക്കൽ സെഷൻസ് എന്നിവ നിങ്ങൾക്ക് തിയറിയേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പ്രോഗ്രാമിംഗും തിയററ്റിക്കലായി മനസ്സിലാക്കുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ ഒരു കമ്പനിയിൽ പോയാൽ അവിടെയും അവർക്കും അത് തന്നെയാണ് ആവശ്യം. സോ
ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ 6 മാസത്തെ AI ആൻഡ് ഡേറ്റ സയൻസ് കോഴ്സ് നിങ്ങളെ ഒരു ബിഗിനർ ലെവലിൽ നിന്നും ഒരു പൈത്തൺ ആൻഡ് AI ഡെവലപ്പറായി കൺവേർട്ട് ചെയ്യുന്നു. ഈ കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടുന്ന യോഗ്യത എന്താണ്? അതായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ പ്രോഗ്രാമിങ്ങിലോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷേ അതിനുവേണ്ടി നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാവണമെന്നൊരു നിർബന്ധവുമില്ല. കാരണം നമ്മളിവിടെ പഠിക്കുന്നത് വളരെ ബേസിക് ആയ പ്രോഗ്രാമിങ്ങിൽ നിന്ന് തന്നെയാണ്. ഫ്യൂച്ചർ AI, ഡേറ്റ സയൻസ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ എപ്പോഴെങ്കിലും അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളുമായി ബന്ധപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വലിയ മാറ്റമാണ് ലോകത്ത് സംഭവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഞാനും എല്ലാം അതിൽ തന്നെ ജീവിക്കേണ്ടവരാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ ജീവിക്കാൻ പോകുന്ന നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും? അതായത് ഇത്രയും വലിയൊരു ടെക്നോളജി അതെന്താണെന്ന് കേട്ടിരിക്കുക മാത്രമല്ല, അതിൽ ഇൻവോൾവ് ആവണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനെ ബെറ്റർ ആക്കണം, മനുഷ്യർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിരിക്കുക തന്നെ വേണം. നിങ്ങളും ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന യുഗത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയാം. ഇമാജിൻ ദ ത്രിൽ ഓഫ് ബീയിങ് സമ്മൺ ഹു ഈസ് ആക്ച്വലി ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ. 6 മാസം കൊണ്ട് നിങ്ങളൊരു എക്സ്പേർട്ട് ലെവൽ സർട്ടിഫൈഡ് പൈത്തൺ ആൻഡ് AI ഡെവലപ്പറായി മാറുന്നു. ശേഷം നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരുപാട് ചാൻസുകളുണ്ട്, ഒരുപാട് അവസരങ്ങൾ. മറ്റുള്ളവർ നഷ്ടപ്പെടുന്നു എന്ന് പരാതിപ്പെടുന്ന ആ അവസരങ്ങൾ തുറന്നിടുന്നത് നിങ്ങളുടെ മുന്നിലേക്കാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പേഴ്സിന് ഈ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കമ്പനികളിലും അവരുടേതായ ഒരു റോൾ ഉണ്ടാകും. അവിടെയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ ലോകം മുഴുവൻ നിങ്ങൾക്കായുള്ള അവസരങ്ങൾ തുറന്നു കിടക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പേഴ്സിന് ഇന്നുള്ള ഡിമാൻഡും അവർക്ക് ലഭിക്കുന്ന സാലറിയും മറ്റൊരു ഫീൽഡിനും നിങ്ങൾക്ക് തരാനാവില്ല. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു പ്ലേസ്മെന്റ് വിങ് തന്നെയുണ്ട്. അവർ ഈ അനന്ത സാധ്യതകളെ നിങ്ങൾക്ക് മുന്നിൽ ഒന്നുകൂടി ബെറ്ററായി തുറന്നിടുന്നു. ഇതുകൊണ്ട് തന്നെ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഈ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഒരു പൈത്തൺ AI ഡെവലപ്പറായി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സാലറിയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല സ്ഥലങ്ങളിൽ, നല്ല കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. AI പഠിക്കാൻ എന്തുകൊണ്ട് ആദ്യം തന്നെ തിരഞ്ഞെടുക്കണം? ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വളരെ സ്ട്രക്ചർഡ് ആയ സിലബസ് ആണുള്ളത്. 6 മാസം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഒരു ബിഗിനർ എന്ന ലെവലിൽ നിന്നും നിങ്ങൾ ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്ത ഒരാളായി മാറുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ ബേസിക് പ്രോഗ്രാമിംഗ് തൊട്ട് അതിന്റെ എക്സ്പേർട്ട് ലെവൽ ആപ്ലിക്കേഷൻ വരെ നിങ്ങൾക്ക് മനസ്സിലാകും. അതൊക്കെ ചെയ്തതിന്റെ എക്സ്പീരിയൻസും പ്രൂവൺ എക്സ്പെർട്ടൈസും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് അവസരങ്ങളാണ്. Aadi Group of Institutions, the most trusted quality training provider.